ഹലോ, പിന്നുണ്ടോ? പിന്നാ? ആ, സേഫ്റ്റി പിൻ. സേഫ്റ്റി പിന്നോ? ഈ സാരിയിലെ ഉടുപ്പിലൊക്കെ കുത്തുന്ന സേഫ്റ്റി പിൻ. ഓ, പിന്നെ. ആ, ഒരു മിനിറ്റ്. ഓ, നോക്കട്ടെ. താങ്ക് യു. പിന്നെ ഇപ്പൊ വരും. ഫിസില് ഇപ്പൊ വരും. ദേ വന്നു. എന്നാ നമുക്കിട്ട് പോയാലോ? ഇങ്ങോട്ട് എന്താ പേര്? ശരത്ത്. ഓ, അപ്പൊ നീയാണ് സ്ത്രീകളെ ശല്യം ചെയ്യുന്ന അലവലാതി ശരത്ത്. ശല്യോ? എന്റെ സാറേ, ഞാൻ ഈ ചേച്ചിയുടെ അടുത്തൊരു പിന്നുണ്ടോന്ന് ചോദിച്ചതാ, അല്ലാതെ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ചേച്ചിയോ? സാറേന്ന് വിളിക്കണോ? നീ പെണ്ണും കൂടെ ആണോ പിന്നെ ചോദിക്കുന്നത്? സാറിന്റെ അടുത്ത് പിന്നുണ്ടോ? എന്റെ പൊന്ന് സാറേ, ഇതിന്റെ സിം ഒന്ന് കുത്തിച്ചടിക്കാൻ വേണ്ടി ചോദിച്ചതാ. നീ സ്റ്റേഷനിലേക്ക് വാടാ, നമുക്ക് കുത്തിച്ചടിക്കാം. അതെ, പിന്നോണ്ട് വേറെ എന്തൊക്കെ ഉപയോഗം ഉണ്ടെന്ന് അറിയാമോ? സ്റ്റേഷനിൽ പറഞ്ഞുതരാം. എന്ത്? നീ ആരാടാ കടമറ്റത്ത് കത്തനാറ് തലയിൽ കെട്ടിട്ട്? വാടാ. ദേഹത്തൂന്ന് എടുക്ക് സാറേ. ആദ്യം കേസ് എന്താന്ന് പറയാ നിങ്ങള്. നിങ്ങൾ കേസ് എന്താന്ന് പറയാ ആദ്യം. നീ സ്റ്റേഷനിലേക്ക് വാടാ, കേസൊക്കെ പറയാം. നീ എന്താടാ മറക്കുന്നത്? പോലീസ് സ്റ്റേഷൻകാരൻ പേടിയുണ്ട? എന്ത് പേടി സാറേ? സ്റ്റേഷനോട് ഞാൻ വരാം. അവിടെ ചെല്ലുമ്പോ കേസ് എന്തെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ വിധം മാറും. എന്ന് അതൊന്ന് കാണണമല്ലോ. നന്ദിയുണ്ട് മാഡം, താങ്ക് യു. വലിയ ഉപകാരമായി പോയി. കൊള്ളാവുന്ന പെണ്ണുപിള്ളേരെ. ആരാടോ നീ? ആ, നീ പോയില്ലായിരുന്നോ? എന്ത് പണിയ സുജ നീ കാണിച്ചേ? എന്നാടി? നാടി. ഹായ്, നല്ല ലുക്ക്. കുറച്ച് ഇംഗ്ലീഷും കൂടി അറിയായിരുന്നെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് എങ്കിലും ആകായിരുന്നു. അല്ലെങ്കിൽ എന്റെ പൊന്നുമോള് വേറെ പണിക്ക് പോണത് തന്നെ നല്ലത്. എന്നാടാ, കുഴപ്പമായോ? കൊഴപ്പായെന്നാ ആ കുഞ്ഞുമാമ സാർ ഇപ്പൊ സ്റ്റേഷനിൽ വിളിച്ച് വെച്ചുള്ളൂ. ആ ചെക്കൻ ആ സ്റ്റേഷനെടുത്ത് അമ്മാനാടായിരുന്നു. FB-യിൽ ലൈവ് പോകാനിരുന്നതാ. പിന്നെ എങ്ങനെയൊക്കെയോ കയ്യും കാലും പിടിച്ച് അവിടുത്തെ ആൾക്കാർ ഒതുക്കി തീർത്തു. എന്റെ പൊന്നു സുജേ, കുറച്ചൊക്കെ ബോധം വേണം കേട്ടോ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചോ. എടാ, അത് എടുക്കല്ലേ. ഞാൻ ഇന്നലെ കാശ് കൊടുത്ത് പോളിഷ് ചെയ്യിപ്പിച്ച് വെച്ചതാട്ടോ. ഓ, അത് സാറില്ലടി. എനിക്കിന്ന് വനിതാ സെല്ലല്ലേ ഡ്യൂട്ടി. പെണ്ണുങ്ങളാരും പ്രാന്തെടുത്ത് വിളിച്ചില്ല എന്നുണ്ടെങ്കിലേ എനിക്ക് സുഖമായിട്ട് അവിടെ കുത്തിരുന്ന് ഉറങ്ങിയാൽ മതി. അപ്പൊ അതും പാളിയില്ലേ? എന്നതാ? എന്തേ താൻ എന്നാത്തിന് ഇവിടെ നിൽക്കുന്നേ? ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ടോ? ദേ, യൂണിഫോമിലുള്ള പോലീസുകാരിയാ ഞാന്. ആണോ? മേഡം, വിസിലെടുത്ത് അങ്ങ് ഊത്. എന്താ സംഭവിക്കാൻ ഞാനൊന്ന് നോക്കട്ടെ. ഞാനേ ഫേസ്ബുക്കിൽ ലൈവ് പോകാൻ പോവാ. കള്ളക്കേസി കുടുക്കിയതും പോരാ, സൈബർ പോലീസ് പുറത്തു വിട്ടേക്കുന്ന വീഡിയോ. എന്റെ ദൈവമേ, മനുഷ്യന് മനസ്സമാനായി റോട്ടിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല. പോയി കേസ് കൊടുക്ക്. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും. ഓ, എന്നാ താൻ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുക. ഒരു പാത്രവും കരുതിക്കോ, വല്ല ചില്ലറയും തടയും. വെറുതെ സ്മാർട്ട് ആകാൻ വേണ്ടി. ഇവൾ എന്തിനാണാവോ കൂട്ടുകാരിയാന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു സമയത്ത് അവളെ വിളിച്ചാൽ കിട്ടത്തുമില്ല. ചുമ്മാ. നോ പാർക്കിങ്ങിൽ അവൻ്റെ. ഹലോ. അയ്യോ സാർ. ACP സാറ്. അങ്കിളെ ATM-ൽ പോയേക്ക. സാറേ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതായിരുന്നേ. ഓപ്പറേഷൻ ചെറുതായിട്ടൊന്ന് പാടി. ഓ, ഉണ്ണിത്താ സാറിനോട് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും ആക്കരുതേ പ്ലീസ്.
കലിപ്പാന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. ഏയ് കലിപ്പൊക്കെ അവന്റെ നമ്പർ അടി. ആള് പാവാന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ പോം ചേട്ടാ നല്ല മണം, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തുട്ടാ മോളൊരു IPC 143 മണക്കുണ്ടല്ലോ. ഒന്ന് പോടി. എന്തുട്ടാ അവന് ജോലിന്ന് ആർക്കറിയാം, അവിടെ ഏതാണ്ട് വലിയ ബിസിനസ്സുകാരനാന്നാ തോന്നുന്നത്. ഇവിടെ ഒന്ന് വായി നോക്കി നിൽക്കാതെ മന്ത്രിയുടെ കാറിന്റെ അടുത്തോട്ട് ചെല്ല്. ആരെങ്കിലും ഒന്ന് പോറിയാ അത് മതി. സമയായി. ചെക്കനോടും പെണ്ണിനോട് ഇറങ്ങാൻ പറ. മന്ത്രി അവിടെ വെയിറ്റ് ചെയ്യാം. Come on, big day today. നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കണോ? എല്ലാവരും ഹോളിലേക്ക് ചെല്ല്. നിങ്ങളിവിടെ നിൽക്കാണോ? ചെക്കനും പെണ്ണിനും കൊണ്ടുവന്ന വണ്ടിയുടെ ഡ്രൈവറല്ലേ? Yeah. ആ വഴി ബ്ലോക്ക് ചെയ്തിട്ടാണോ വണ്ടി ഇട്ടിരിക്കുന്നത്? അതൊന്നും അവിടെ നിന്ന് എടുത്ത് മാറ്റിയ. നിങ്ങൾക്കൊക്കെ ഉള്ള ഫുഡ് വേറെ പുറത്തവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടക്കണു. അടിപൊളി, നല്ല മട്ടൻ കറിയാ. മട്ടൻ കറി വേണോ മാനം വേണോ? അത് നമുക്ക് പോവാണ്. എനിക്ക് മട്ടൻ കറി മതി, നീ വേണമെങ്കിൽ മാനം കൈ പിടിച്ച് വെക്കും. കുറെ നേരെടുക്കൂടാ. 1 2 3 4 5. ഹലോ. ഹലോ. അല്ല, കൊച്ചുമുതലാളി എന്താ ഈ ക്യൂവില്? ഞാനിങ്ങനെ മേഡം ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ കൊറേ നേരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓഹോ നൈസ്. ഫ്രണ്ടാ സന്ദീപ്, റൂംമേറ്റ്സ്. പിന്നെ കേസിലെ മേഡം. കേട്ടുണ്ട്. നല്ല ഫുഡാ. ഓ ആണോ? കഴിച്ചോ? നിങ്ങളുടെ ഈ ജോലിക്ക് കോട്ട് മസ്റ്റാ? ഈ കല്യാണത്തിനും ഫോട്ടോഷൂട്ടിനൊക്കെ പോഷ് വണ്ടികൾ വാടകയ്ക്ക് എടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ ട്രാവൽസിന്റെ. വലിയ വണ്ടികളായിട്ട് പോകുമ്പോൾ അതിന്റെ ഒരു ഗെറ്റപ്പ് പോകണം നമ്മുടെ ബോസ് നിഖിൽ സാറിന്റെ ഓർഡർ. വീട് എവിടെയാ? വീട് ജനിച്ചതൊക്കെ ചെന്നൈയിലാ. പഠിച്ചതൊക്കെയോ? പഠിത്തം അങ്ങോട്ട് സെറ്റായില്ല. എഞ്ചിനീയറിംഗ് ഒക്കെ ട്രൈ ചെയ്തതാ. കൊട്ടക്കണക്കിന് സപ്ലൈ ആയപ്പോ അതവിടെ ഇട്ടു. ആ കൂടി അറിയാവുന്ന പണി ഇതാ. എന്റെ വണ്ടി ഇവിടെ എടുക്കോ? അപ്പൊ എന്റെ വണ്ടിയോ? എങ്കമാലി കല്യാണത്തിന് നീ അടിച്ച് ഓഫായപ്പോ നിന്റെ വണ്ടി എടുക്കാൻ ബസ് പിടിച്ചു വന്ന ആരാ? ആരാ? ഓ മാഡം എങ്ങനെ പോകുന്നേ? ക്വാർട്ടേഴ്സ് ഇവിടെ തൊട്ടടുത്താന്നേ. ഞാനങ്ങ് നടക്കും. യൂണിഫോമിലായോണ്ട് ആരും പീഡിപ്പിക്കാനൊന്നും വരത്തില്ല. എന്നാ ഞാനും നടക്കാം. കൂടെ ഒരു പോലീസുകാരെ ഉണ്ടാവുന്നത് നമുക്കും ധൈര്യമല്ലേ? അന്ന് എന്തിനാ എന്നെ പൊക്കിയത്? താൻ ആളത്ര ശരിയല്ലാത്തോണ്ട്. ശരിക്കും ശരിക്കും ഹംസ സാറേ. സൂചിച്ചായിരുന്നോ? വലിയ വണ്ടിയിലൊക്കെ ആണല്ലോ. എനിക്കേ ആ ഉത്സവത്തിന്റെ ഡ്യൂട്ടി ആയിരുന്നു. ഫ്രണ്ടിന്റെ വണ്ടി കിട്ടിയപ്പോ ലിഫ്റ്റ് അടിച്ചതാ. ശരി സാർ. ആടാ ഇപ്പൊ കാക്കിയില്ല. ചാർജ് എടുത്തിട്ട് ചൂടോടെ വിളിക്കുക. CSR വന്നിട്ട് ഡ്യൂട്ടി പറയും. പുണ്യാളെ ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, അതും അങ്ങ് ഏറ്റാ മതിയായിരുന്നു. ഹലോ, സീനിയർ ഓഫീസർ കണ്ട സല്യൂട്ട് ചെയ്യില്ല അല്ലേ? അത് സാർ ഞാൻ വേണ്ട വേണ്ട, താൻ ചെല്ല്. ഇന്നത്തേക്ക് ഈ ടിഷ്യൂ മതി. സാർ എൻ്റെ ഡ്യൂട്ടി പറഞ്ഞില്ലായിരുന്നു. തന്നെ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഡ്യൂട്ടി ഇടാം. നീ പോടാ, നിനക്ക് ചെയ്യും. ഇതും അതേപോലത്തെ വല്ല കേസാണ്? ഏയ് മദാമ ഡീസന്റ് അല്ലേ? വിസ കാലാവധി കഴിഞ്ഞ് ഓവർ സ്റ്റേ ചെയ്ത കേസാ. കോടതി പോണം, ജാമ്യം എടുക്കണം, അത്രേ ഉള്ളൂ. My girlfriend. Good selection. Mercy, madam. Aiva. അവരെന്നെ വിചാരിച്ചു കാണുമോ? അവരെന്ത് വിചാരിക്കാൻ? Let's go top gear.
ആ വാ. അപ്പൊ ശരി കാണാം. വാടാ. ഇതെന്നെ കാറൊക്കെ ആയിട്ട് കോടതി ഡ്യൂട്ടിക്ക് ജീപ്പ് എന്ത്? ആ അത് നമ്മുടെ കുഞ്ഞു മുഹമ്മദ് സാർ കൊണ്ടുപോയെന്നേ. ആ പോലീസ് അസോസിയേഷന്റെ പരിപാടിക്കായിരിക്കും. തീരെ ഏർപ്പാടാ. അത് തന്നെ. അതുകൊണ്ട് എന്നോട് ഹംസ സാർ പറഞ്ഞു ടാക്സി വിളിച്ചോളെ. അത് നന്നായി. അല്ല ഇതെന്നതാ സാറേ കേസ്? മോഷണം, കൊലപാതക ശ്രമം. ഓ കൊറേ ഉണ്ടല്ലോ. അതെ, മിടുക്കനാ. നടക്ക്. വാ വാ. അതെ അയാളെ അറിയോ? ഏയ് ഇല്ല. ഓ അയ്യോ എൻ്റെ അമ്മേ. അതെ നാളെ ഒരു സ്പെഷ്യൽ ഡേയാ. എന്നാന്ന് പറയാവോ? എന്താ അറിയില്ല. എന്നാന്ന് അറിയത്തില്ലേ? ഇല്ല. നീ പോടാ പോ. ഞാൻ വിളിക്കാം. വേണ്ടാട്ടാ. ദാ, അവിടെ നിക്ക്. എൻ്റെ പൊന്നാംസക്ക് എന്നെ അങ്ങ് കൊല്ലി. അതാണ് ഇതിനേക്കാളും നല്ലത്. സാർ, ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരുത്തൻ വണ്ടിയുടെ ടയർ മറന്നു. ഛേദമില്ലാത്തൊരു വേറില്ലെന്ന് ഓർത്ത് ഞാൻ കുറച്ച് നേരം ടോർച്ച് അടിച്ചു കൊടുത്തു. ഒരു വണ്ടിയുടെ 4 ടയറും ഒരുമിച്ച് പഞ്ചറാവും. സാർ, ഞാൻ പറഞ്ഞല്ലോ, പറ്റിപ്പോയി. ഒരു വേറെ ഞാൻ പോയതാ. എടോ അത് ആ കളക്ടർ അമ്മായിച്ചിൻ്റെ വണ്ടിയാ. ഈ വിഷ്വൽസ് വെച്ചിട്ട് എവിടെന്നെങ്കിലും അവനെ പൊക്കാൻ പറ്റുമോ നോക്ക്. സാർ, ഡ്യൂട്ടിയിലുള്ള എല്ലാവരോടും ഇറങ്ങി അന്വേഷിക്കാൻ പറ. ചെല്ലേ. ആ പ്രതിഭേ, കുഞ്ഞുമോനെ, രാജീവേ, എല്ലാവരും ഇറങ്ങിക്കോ. ഇത് സിറ്റി മുഴുവൻ അടിച്ചു പറക്കണം. ഇന്ന് അവനെ പിടിച്ചിരിക്കണം. എസ്ഐയോട് അവന്റെ കളി. കൊച്ചിനെങ്ങോട്ടാ? അല്ല എല്ലാരോടും ഇറങ്ങാൻ പറഞ്ഞില്ല. എന്നാത്തിനാ പാതിരാത്രിക്ക് വെല്ലം കണ്ട് പേടിച്ച് ബോധം കണ്ട് വീഴാനോ? അയ്യോ, ഇവിടെ ഇരുന്നാ മതി. ഞാൻ പറഞ്ഞോ സാറേ, ആ, ഈ കുട്ടിയോട് ഒറ്റയ്ക്കല്ലോ ഒരു സേഫ്റ്റിക്ക്. താൻ കൂടെ വരുന്നതാ കുട്ടിയുടെ സേഫ്റ്റി കൂടുതൽ നല്ലത്. ഇറങ്ങിനാടോ രാജീവേ. come on, പ്രദീപ്, hurry up. ചുമ്മാ ചൊറയുന്നേ. ആ ടയർ ഇപ്പൊ വേറെ ഏതെങ്കിലും വണ്ടി കിടന്ന് കറങ്ങുന്നുണ്ട്. ഇറങ്ങി വാ. താൻ നോക്കിക്കേ, വണ്ടി ഇടോ. താൻ പ്രത്യേകം പറയണം വണ്ടി എടുക്കാൻ. Hurry up, fast. എങ്ങോട്ടാ സാർ പോകണ്ടേ? പൂജാരിയോട് വണ്ടി ഇടണോ? ഞാൻ പറയാം. ഹലോ. സ്പെഷ്യൽ എന്താന്നൊക്കെ പിടികിട്ടി. തന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഷോ ഇതെങ്ങനെ മനസ്സിലായി? അതെല്ലാം സുക്രണ്ണൻ സൊല്ലിയാച്ച്. അയ്യോ അതാരാന്നേ? എന്റെ ഫേസ്ബുക്കിന്റെ മുതലാളി. അതെ, പിന്നെ ഒന്ന് ചാടാൻ പറ്റുമോ? തന്റെ കുന്നിക്കുരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് പോടാ, ഇത് ട്രാഫിക് അല്ല, ലോക്കലാ. രാവിലെ 8 മണി വരെ ഡ്യൂട്ടിയാ. അപ്പൊ പുണ്യാളനെ പരിചയപ്പെടുത്തി തന്നെ എനിക്ക് തന്നെ പണി. ആ ട്രാഫിക്കിലാകുന്ന സമയത്ത് റോട്ടി വെച്ചെങ്കിലും കാണാൻ പറ്റും. എടോ, തനിക്കൊരു സർപ്രൈസ് റൈഡ് തരാൻ വേണ്ടി കുറച്ച് മെനക്കെട്ട് ഒപ്പിച്ചതാ. 2 മണിക്കൂർ ചാടറൂ വനിതാ കോപ്പേ. ഓ പറ്റില്ലെങ്കിൽ വേണ്ട, വണ്ടി ഞാൻ തിരിച്ചു കൊടുത്തോളാം. നീ ഡാർക്ക് അടിക്കല്ലേ, നീ നിൽക്കും, ഞാനൊന്ന് എറിഞ്ഞു നോക്കട്ടെ. ആ എന്താ സുജയ? അത് സാർ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഹൗ സ്വീറ്റ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സാർ. പിന്നെ എനിക്കിന്നൊരു 2 മണിക്കൂർ പുറത്തു പോകണമെന്നുണ്ടായിരുന്നു. ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തോളാം. എന്താ ബർത്ത്ഡേ സെലിബ്രേഷനാ? എന്നാൽ താനൊരു കാര്യം ചെയ്യ്, ലീവ് ഒന്നും എടുത്ത് കാശ് കളണ്ട, ഒപ്പിട്ട് ഇറങ്ങിക്കോ. താങ്ക് യു സാർ. അതെ, പോകുമ്പോൾ ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെയുള്ള ഗേറ്റ് വഴി ഇറങ്ങിക്കോ. മെയിൻ ഗേറ്റിൽ CC ക്യാമറ ഉണ്ട്. വെൽക്കം വെൽക്കം ബർത്ത്ഡേ ഗേൾ. സമയ നദിയിൽ ഇരവ് മടിയിൽ നഗര വഴിയിൽ ഒഴുകി ഒഴുകി ഇവ
ഇവനിലിവനും ഇവനിലിവളും മലകളായി ഒരുപാട് ഭംഗിയെന്നു തോന്നിയിരുളിന് ഒരു പോള കണ്ണു ചിമ്മിയില്ല ഇരുവര് ഇതിനായി പിറന്നു വീണ പോലെ മധുരമീ കരളിലെ ഇതെവിടേക്കാ നീ എന്നെ കൊണ്ടുപോകുന്നേ? അതൊക്കെ ഉണ്ട്, താൻ വാ. ഓം ഹ്രീം സന്ധി. മണി ആറായി, ഞാൻ ചെല്ലട്ടെ. സുജ, ഈ ദിവസം തീരുന്നതിന് മുമ്പ് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ, അതൊക്കെ നീ നാളെ പറഞ്ഞാൽ മതി. എന്നെ പിടിച്ചു നിർത്താൻ നിന്റെ ഓരോ നമ്പറുകളെ. ഓക്കെ ഓക്കെ ഓക്കെ. എടാ, എനിക്കും ഈ രാത്രി മുഴുവൻ നിന്റെ കൂടത്ത് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ട്. പക്ഷെ നീ ചെല്ല്. ക്വാർട്ടേഴ്സിലുള്ള വല്ലവരും കണ്ടാ പിന്നെ അത് മതി. ശരി, പൊക്കോ. ആ വളവ് തിരിയുന്നവരെ ഇവിടെ നിന്ന് കാണാമല്ലോ. എന്തുവാടാ ഇത്? ശരി. നല്ല മഴ. അതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ, എന്താന്ന് വെച്ചാ പറയുന്നേ. ഞാൻ തൻ്റെ കാര്യത്തിൽ ശരിക്കും സീരിയസാ. ആണോ? ഞാനത്ര സീരിയസ് ഒന്നുമല്ല. ഒരു ടൈം പാസ്. നീ ഫ്രീ ആണെങ്കിൽ നീ, ഇല്ലെങ്കിൽ വേറെ ഒരുത്തൻ. ഒന്ന് പോടും. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ്. താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. എൻ്റെ ലൈഫിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും ഞാൻ തന്നോട് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഞാൻ തന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ തോന്നും. എനിക്കറിയത്തില്ല. ഈ വാതിൽ ഇതുവരെ അടച്ചില്ലേ? ഈ അസമയത്ത് ആരും എന്നെ കാണണ്ട. സർപ്രൈസ് എനിക്ക്. പിന്നെ ബർത്ത്ഡേ എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ. സോ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സർ. താനിപ്പോഴും സർപ്രൈസിൽ തന്നെ നിൽക്കുവാണോ? ഒന്നുമില്ലടോ, ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴാണ് ബർത്ത്ഡേയുടെ കാര്യം ഓർത്തത്. പിന്നെ അടച്ച കടത്തുറപ്പിച്ച് ഒരു ഗിഫ്റ്റ് മേടിച്ചു. കിടന്നെങ്കിൽ വിളിച്ചുകൊണ്ടിരുത്തണ്ടെന്നാ വിചാരിച്ചേ. പിന്നെ ഈ ലൈറ്റ് കണ്ടുകൊണ്ട് കയറിയതാ. എവിടെ? ബർത്ത്ഡേ ആയിട്ട് കേക്കൊന്നുമില്ല? അല്ല, ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് കേക്കൊന്നും കട്ട് ചെയ്തില്ല. ഓ, മറ്റേ ആൾക്കിന്ന് വനിതാസിൽ നൈറ്റ് ഡ്യൂട്ടിയാ അല്ലേ? കേക്കോ ഇല്ല. ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഇച്ചിരി തണുത്തോളം താടോ. പേടിച്ചോ? താനെന്തിനെങ്കിലും പേടിക്കുന്നേ? എടോ, തന്നെ ആ ട്രാഫിക്കിൽ നിന്ന് ആ കമ്മീഷണറുടെ കൈയും കാലും പിടിച്ച് എൻ്റെ സ്റ്റേഷനോട്ട് എന്താ കൊണ്ടുവന്നറിയോ? തൻ്റെ ഈ പേടിയൊന്നും മാറ്റാനാ. സാർ, ഞാൻ കിടക്കാൻ കടന്നുമായിരുന്നു. വെളുപ്പിനെ അമ്പലത്തിൽ പോകാനുണ്ട്. ഓ സോറി, ഇതാണ് എൻ്റെ ഒരു കുഴപ്പം. കുറേ കാലമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. നേരം കാലമൊന്നും നോക്കാതെ. എടോ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എൻ്റെ ഡിവോഴ്സ് കേസ് നടക്കും. 1-2 മാസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമാവും. തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. തന്നെ പോലെ തന്നെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അതിനിടയ്ക്ക് ഒരു പെണ്ണും കിട്ടി. ലൈഫ് അങ്ങോട്ട് ശരിയായില്ല. ഈ സമയത്ത് വന്നല്ല ഇതൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴും തൻ്റെ കൂടെ ആ ഗ്ലൈനൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ചായിട്ട് തന്നോട് സംസാരിക്കാനിരിക്കായിരുന്നു. എൻ്റെ ഡിവോഴ്സ് കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സർ, ഞാൻ എനിക്ക് ഇനിയെങ്കിലും എൻ്റെ ലൈഫൊന്ന് സെറ്റാക്കണം. പ്ലീസ് പ്ലീസ്, താൻ എൻ്റെ കൂടെ നിൽക്കണം.
ഇവനാരാ? സാറേ ഇത് ശരത്ത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ആ സോറി, എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. അകത്ത് ആളുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഓഹോ, അപ്പൊ ആരും ഇല്ലെന്ന് വിചാരിച്ചിട്ടാ തനി നേരത്തെ കയറി വന്നല്ലേ? എടേ ഇതിപ്പോ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. വേഗം സ്ഥലം കാലിയൊക്കെ നോക്ക്. ഇത് വനിതാ പോലീസിന്റെ ക്വാർട്ടേഴ്സാ. നട്ടപ്പാതിരക്ക് കയറി വരുമ്പോ തനിക്ക് അറിഞ്ഞുകൂടോ വനിതാ പോലീസിന്റെ ക്വാർട്ടേഴ്സ് ആണ്? താൻ കാണിച്ച വൃത്തിയോട് ഞാൻ കണ്ടതാ. സാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇതെന്റെ പേഴ്സണൽ കാര്യ. പേഴ്സണായിട്ട് വടക്കുന്നതിന്റെ സ്വന്തം വീട്ടിൽ. ഇത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ കെട്ടിടാണ്. വഴി പോന്നവനൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയാ ഇമ്മോറൽ ട്രാഫിക്കിന് രണ്ടിനും പിടിച്ച് അകത്തോടും ഞാൻ. പോലീസിന്റെ മേലെ കൈ വെച്ചു. സാർ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇല്ലേ ഞാൻ കൺട്രോൾ റൂമിൽ വിളിക്കും. ശരത് ബാലകൃഷ്ണൻ, സൺ ഓഫ് ബാലകൃഷ്ണൻ ഏറാടി. ഞാനിപ്പോ പോവാ. നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്. നിന്നെ ഞാനും ഒന്ന് കാണുന്നുണ്ട്. പോടാ. അവന്റെ പൊട്ടിച്ചോ. നിനക്കിപ്പോ സമാധാനമില്ലേ? ഇനി നാളെ സ്റ്റേഷനിലേക്ക് വാ ലൈസൻസ് വാങ്ങാൻ. ഇതിന്റെ ബാക്കി അയാൾ അവിടെ തീർക്കും. നാട്ടുകാരെ മുഴുവൻ അറിയിക്കുകയും ചെയ്യും. എന്റെ ജീവിതമാണ് തൊലഞ്ഞത്. ഒരാളും അറിയില്ല. സ്റ്റേഷനിൽ കയറാതെ അത് എടുക്കാൻ എനിക്കറിയാം. வாடா. என்ன உனக்கு பால் வேணுமா? என்ன இன்னைக்கு இவ்வளோ லேட்டு? எல்லாம் உனக்கு தான். குடி. ஐயோ, ரத்தக்கரையெல்லாம் இருக்கு. என் பேர் வளர்மதி. எங்கள் ஊர் சேலம், കാവേരി ആസ്പത്രി പക്കം. സേലത്താ? പിന്നെ നീ എന്തിനാണ് സേലം ബസ്സിൽ ഒരു അങ്കമാലിക്ക് പറഞ്ഞേ? அது வந்து പറയടി.
നീ ആരെ പറ്റിക്കാനാടി പറുതിട്ടിട്ട് 3-4 സംഘട്ടിട്ട് കിടന്ന് കറങ്ങിയത്? ஐயோ இல்லை சார், யாரையும் ஏமாத்துறதுக்காக நான் எதுவும் பண்ணல சார். பயம். ஊருக்கு போக முடியாது. பெரிய வீட்டில் வாழ்ந்தவனா லவ் மேரேஜ் பண்ணி அங்கே ரொம்ப ஜாதி கலவரம் ஆயிடுச்சு. அதுக்கப்புறம் தான் சார் உசுறு வாழறதுக்காக நான் இங்கே வந்தேன். കരയാത്ത മര്യാദക്ക് നിന്റെ നാട്ടിലെ അഡ്രസ് പറയടി. குப்புராஜ் ஹவுஸ், ராமசாமி நகர், சீலநாயக்கம்பட்டி. எதுக்காக அந்த ஆளை கொலை பண்ண? ஐயோ, அந்த ஆளை நான் கொலை பண்ணல சார். பீனு சார் ரொம்ப நல்லவர். வேலைக்காரி கூட பார்க்காம என்ன நல்லா பார்த்துக்கிட்டாரு. எங்களுக்குள்ள வேற மாதிரி ஒரு இது இருந்துச்சு. எந்த மாதிரி ஒரு இது? பரடி. அது வந்து ചോദിച്ചിരുത്തണം പറയടി. அப்போ நீ அல்ல, வேற யாரு? அது உனக்கு தெரியாதா? சார் அது எது? என் புருஷன் தான் சார் செஞ்சிருக்கணும். அவன் கண்டிப்பா என்னையும் கொலை பண்ணிடுவான். அதனால தான் சார் நான் தப்பிக்க பார்த்தேன். നീയും സിയയും തമ്മിലുള്ള ഇടപാട് അയാൾക്കറിയോ? நான் சிஏ சாரோட வீட்டில் ரொம்ப வசதியாக வாழ்ந்துட்டு இருந்தேன். அந்த ஆளுக்கு அது பிடிக்கல. அவன் ரொம்ப மோசமானவன். அவன் என்ன வேணாலும் பண்ணுவான். என்னையும் பினு சாரையும் கொல்றதுக்காக தான் அவன் ஜெயில இருந்தே வந்தான். இது அவனோட கத்தி. பினு சார் ரூம்ல கீழே கிடந்தது. அப்ப புரிஞ்சுக்கிட்டேன் ഇത് അവൻ தான் பண்ணிருக்கணும்னு. ഈ കാര്യം കോടതിയിൽ പറയാൻ തയ്യാറാണോ? எங்க வேணாலும் சொல்றேன் சார். യെസ്, ആളിത് തന്നെ. ആ മുറിയിൽ ഒരിടത്തും ടച്ച് ചെയ്യാതിരിക്കാൻ അയാൾ ബോധപൂർവം ട്രൈ ചെയ്തിട്ടുണ്ട്. അറിയാതെ വീണുപോയ ഈ അടയാളം ഒഴിച്ചു. ബട്ട് ആ വുഡ്ലാൻഡ് ഷൂ അത് ഇയാളിടാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് അല്ലല്ലോ. അതെ, അയാളെ അറിയോ? ഏയ് ഇല്ല. 500 രൂപ. എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടായാലും വിളിക്കാം. പോലീസുകാരെ കുറിച്ച് താൻ എന്താണോ വിചാരിച്ചേ? എന്താടോ? ഇയാളെ എനിക്ക് കൈക്കൂലി എടുത്തോ സാറേ? ഇല്ല സാർ. അയാൾ സന്തോഷത്തോടുകൂടി തരാണെങ്കിൽ വാങ്ങടോ. വാങ്ങടോ. അല്ല, എന്താ കേസ്? അത് പിന്നെ സാറേ, ഇയാൾ യൂബർ വിളിച്ചു. അതിനകത്ത് 10,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ചെന്ന്. ഊബറുകാരെ വിളിച്ചു വെച്ചില്ലേ? അവർക്ക് അറിയില്ലെന്നാ പറയുന്നത്. സാറേ, അവനോടൊക്കെ മര്യാദയ്ക്ക് ചോദിച്ചാൽ പറയില്ല സാറേ. പിടിച്ച് 4 പിട പടക്കണം, എന്നാലേ സത്യം പറയൂ. താൻ പറയുമ്പോൾ കയറിയടിക്കാൻ പോലീസുകാരെന്താടോ? ഗുണ്ടകളോ? എന്തായിരുന്നു മരുന്ന്? എന്തായിരുന്നടോ മരുന്ന്? വയാഗ്ര. സാറേ, അത് ഒറിജിനൽ സാധനമായിരുന്നു. അതുകൊണ്ട് അയാൾ ബാഗ് തിരിച്ചു തരാത്ത. താൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുക. അല്ല, ഇനി ഇത് വേണ്ടല്ലോ അല്ലേ സാർ? ഹലോ, ഐ ആം നിഖിൽ. സാറേ, നമുക്ക് മെയിനായിട്ട് റെൻ്റ് കാറിൻ്റെ ബിസിനസ്സാണ്. പിന്നെ ഈ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ. ചാവുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യേ നമുക്കൊരാറ്റം പണി തന്നിട്ടാണ് പോയത്. അന്ന് ആ പിള്ളേരെ നിന്ന് പിടിച്ചതേ പ്യുവർ കൊക്കൈനാ. എന്നിട്ട് അത് മാറ്റിയിട്ടാണ് തൊണ്ടിയായിട്ട് എവിടുന്നോ കൊണ്ടുവന്ന കുറേ കഞ്ചാവ് കാണിച്ചത്. എന്നിട്ട് ഇമ്മളേന്ന് പിടിച്ച സാധനം ഇമ്മക്ക് തന്നെ ലോകത്തില്ലാത്ത വിലയ്ക്ക് വിൽക്കാൻ നോക്കി. ക്രൂരതയല്ലേ സാറേ ഇത്? സാറ് നോക്കണ്ട. ഉണ്ണിത്താൻ സാറ് പറഞ്ഞോണ്ടാ ഞാനൊരു ജെന്റിൽമാൻസ് ഡീലായിട്ട് ഇതിവിടെ വന്ന് സാറിനോട് തുറന്നു പറഞ്ഞത്. പോയത് പോയി. ഇനിയിപ്പോൾ അവൻ്റെ പിന്നാലെ പോയിട്ട് അവനെ തട്ടാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. നമ്മളേ പ്യുവർ ബിസിനസ്സിൻ്റെ ആൾക്കാർ.
എന്നാ ശരി സാറേ, നമ്മൾ തിരക്കണം. ഒരു കാറും അവൻ്റെ ഒരു ജെന്റിൽമാൻ ഡീല് ഇവനൊക്കെ പിടിച്ചിട്ട് ലോകോവിലായിട്ട് രണ്ട് ഇടിയിടിക്കണം. ഓ അതായിപ്പം തനിക്കറിയേണ്ട കാര്യം ഇവിടെ വെച്ചായതുകൊണ്ട് അറിഞ്ഞു ഇല്ലേ? കോടതിയും വക്കീലും മുൻകൂർ ജാമ്യമായിട്ട് 10-15 ദിവസം അങ്ങ് പോയി കിട്ടിയത്. തന്നെ പോലുള്ള കേമം പോലീസുകാരന്മാരെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെപ്പോലുള്ള കുറച്ച് ഉണ്ണാക്കന്മാർ കാലങ്ങളായി ഈ ബാഡ് കോപ്പ് വേഷം കെട്ടുത്തോണ്ടാ ഇത്തരം കുഴപ്പക്കാരോട്ട് പോലീസിന് ഒരു പാലോടാൻ പറ്റുന്നത്. അല്ലാതെ ഓവർ പബ്ലിസിറ്റിയും മീഡിയ അറ്റൻഷനും ഒഴിവാക്കാൻ വേണ്ടിയാ ഈ കേസ് അന്വേഷിക്കുമ്പോൾ യൂണിഫോം പോലും പാടില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി താൻ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാ? മരിച്ച ബിനുവിന്റെ കൊള്ളൻ രേഖകൾ ഓരോന്നായി പുറത്തിട്ടുകൊണ്ടിരിക്കുക അല്ലേ? എടോ, ഞാൻ അയാളുടെ സുപ്പീരിയർ ഓഫീസറായിരുന്നു. ഇതെന്നെ എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? സാർ, ഡിപ്പാർട്ട്മെന്റ് താനിങ്ങനെ കാടടച്ച് വെടിവെക്കാതെ ഇമ്മീഡിയറ്റ്ലി ആ തമിഴനെ ആറൂര് പക്കണം. എടോ, അന്ന് അയാൾ അവിടെ കയറി എന്നതിനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അയാളെ കൊല്ലാനുള്ള മതിയായ മോട്ടീവും ആറൂനുണ്ട്. അയാളുടെ വൈഫ് തന്നെ കോടതിയിൽ വിറ്റ്നസ് പറയും. പിന്നെന്താ? അവനെ ചാർജ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലീനായി കേസ് ക്ലോസ് ചെയ്യണം. കേട്ടല്ലോ? ഇവിടെ എന്താ സംഭവം? സാർ, ഇത് നമ്മുടെ ബിനു സാറിന്റെ വൈഫാ, ലിൻസി മേഡം. കേസിന്റെ കാര്യം എന്തായെന്നറിയാൻ വയനാട്ടിൽ നിന്ന് വന്നതാ. എൻ്റെ റൂമിലോട്ട് ഞാൻ പറയാം. മാഡം പ്ലീസ്. ഇറങ്ങാൻ നീ പൊക്കോ. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ തന്നെ കാണണം. വിളിക്കുമ്പോൾ ഒന്നോളണം. പൊക്കോ. யாரு? സാറേ, ഇയാൾ യൂബർ വിളിച്ചു. അതിനകത്ത് 10,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ചു. തൻ്റെ ആ വയാഗ്രക്കാരൻ്റെ പരാതിയിലും ഈ പോണോത്ത് ലയൻ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് തിരിയുന്ന വളവില്ല. ആ, അത് നവംബർ 6 സാറേ, അന്ന് രാത്രി മഴയും ആകെ ഒരു ഹറിബറി ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഞാൻ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ വഴി മുടക്കിയിട്ടൊരു വണ്ടി കിടക്കണ്ടായിരുന്നു. പിന്നെ എടുപിടിയുന്നൊരു യൂബർ എടുത്തിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ കിടക്കണുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ. ആ തിരക്കിനിടയിൽ ബാഗ് എടുക്കാൻ മറന്നു സാറേ. ഈ വഴിയടച്ച വണ്ടി ആരുടെ ആയിരുന്നു? അത് അറിയില്ല സാർ.
ആ വഴിക്ക് ഞങ്ങളൊരു 10-12 വീട്ടുകാരാണ് ഉള്ളത്. വണ്ടി എടുക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എല്ലാ വീട്ടുകാരെയും വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ അവിടെയെങ്കിലും വന്ന വണ്ടിയല്ല എന്ന് പറഞ്ഞു. ആ കാറിൻ്റെ നമ്പർ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നോക്കിയില്ലായിരുന്നു സാർ. സാർ പിന്നെ അതൊരു ചുമന്ന മിനി കൂപ്പറായിരുന്നു. പ്രതിഭത്താനേ സാർ, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ട് ആ ഏരിയ ഒന്ന് നോക്കണം. ശരി. അന്ന് ആരാ മിനി കൂപ്പറിൽ വന്നതെന്ന് ട്രേസ് ചെയ്യണം. സാർ, ഏതെങ്കിലും വീട്ടിൽ CC ക്യാമറ ഉണ്ടാവും. അത് നോക്കിയിട്ട് ആ മിനി കൂപ്പറിൻ്റെ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണം. ശരി സാർ. ശരി ശരി സാർ. സന്ദീപേ, ഞാൻ എന്താ ചെയ്യുക എനിക്കറിയത്തില്ല. ആകെ പിടിവിട്ട് നിൽക്കുക. അന്ന് ക്വാർട്ടേഴ്സിലുണ്ടായ പ്രശ്നത്തിന്റെ പേര് ശരത്ത് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാനും കാരണക്കാരിയല്ലേ. എനിക്ക് മാത്രമായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ട. എന്നോട് കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ ഒളിച്ചിരിക്കാതെ എന്റെ മുന്നിൽ വരാൻ അവനോട് പറ. എന്ത് ശിക്ഷയായാലും ഒരുമിച്ച് സഹിക്കാം. നാളെക്കൊള്ളി അവനെ കണ്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്നെ ഒരിക്കലും കാണില്ല. എന്റെ അച്ചായിയാണ് ഞാൻ ചത്തുകളയും. ഇനി എനിക്ക് വയ്യയും പേടിയും കൊണ്ട് നടക്കാൻ. ഇതാ വണ്ടി, എൻ്റെ കാറാ. ഡ്രൈവറുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കിട്ടും. ഈ ഇൻസിഡന്റ് നടന്ന രാത്രി ഏതൊക്കെ കാർ എവിടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും? അതും ഈ കേസായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാനാണ്? ഈ പൊന്നത്ത് ലൈൻ മിഡിൽ ക്ലാസ്സുകാരുടെ ഏരിയ. അവിടെ ഒരു കാശുകാരൻ്റെ വണ്ടി വരണമെങ്കിൽ കൈക്കൂലിക്കാരനായ CA കാണാൻ ആരോ ഒളിച്ചു വന്നു. അങ്ങനെ ആയിക്കൂടെ? എടോ, ഈ കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാനാ. തൻ്റെ ഈ തിയറി ഒന്നും അവിടെ വർക്കാവില്ല. ഇതിപ്പോൾ 81-ലെ പാനൂർ സോമൻ കേസ് പോലെ ആവുമെന്നാണ് എൻ്റെ പേടി. CBIക്കാർ നിന്നും അന്വേഷിച്ച് കൊലപാതകമാണ് കണ്ടെത്തി. ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് KT തോമസ് സാറിൻ്റെ ബെഞ്ചിലെത്തിയപ്പോൾ ആത്മഹത്യയാണ് തെളിയും ചെയ്തത്. തോക്കുന്ന് വെടി പൊട്ടിയില്ലായിരുന്നു. അന്നേരം ഈ കാട്രിജിൻ്റെ അകത്തുള്ള മൊത്തം വെടിമരുന്ന് കത്തില്ല. ഈ കത്താത്ത വെടിമരുന്നിൻ്റെ തരികൾ വൂണ്ടിൻ്റെ ചുറ്റും സ്കിന്നിലുമായിട്ട് തറച്ചിരിക്കും. ഈ ഓംലെറ്റിൽ കുരുമുളക് പൊടി ഇട്ട പോലെ. താൻ ചിരിക്കല്ലടോ. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ ഇതിന് പെപ്പറിങ് തന്നെയാണ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെച്ച് ബിനു അലക്സ് ആത്മഹത്യ ചെയ്താണെന്ന് കൊള്ളാവുന്നൊരു വക്കീൽ കോടതി കയറുമെന്ന് വാദിച്ചാൽ തൻ്റെ നിക്കറ് കയറും. വൂണ്ടിന് ചുറ്റും കുരുമുളക് പൊടി വട്ടത്തിലിട്ട പോലെ കറുത്തിരുന്നില്ലേ? ഉമ്മ വയ്ക്കുന്ന പോലെയല്ലേ തോക്ക് വെച്ചിരുന്നേ? പോയിന്റ് ബ്ലാങ്കിലും അല്ല. തോക്ക് മുട്ടിച്ച് വെച്ച് കോണ്ടാക്ട് ഷോട്ടിലാണ് വെടിവെച്ചിരിക്കുന്നത്. ബുള്ളറ്റ് കയറിപ്പോയ ട്രാക്കും സൂയിസൈഡ് സ്റ്റൈലാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് വെപ്പൻ്റെ മേലെ മരിച്ച ആളുടെ ഫിംഗർ പ്രിന്റ് മാത്രം. അപ്പോൾ സലാം. ഹലോ അഖിലേ, നിങ്ങളിന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു സങ്കല്പിക്കും. ചെയ്യണ്ട, സങ്കല്പിക്കും. നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട്. നിങ്ങൾ ബെഡ്റൂമിൽ നിൽക്കുകയാണ്. നല്ല മെത്ത വിരിച്ച കട്ടിലുണ്ട്, കസേരയുണ്ട്, ബീൻ ബാഗ്. നിങ്ങൾക്ക് അവിടെ കിടന്ന് റിലാക്സ്ഡ് ആയിട്ട് കാഞ്ചു വലിക്കും അല്ലേ? അതോ ആത്മഹത്യ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ പണിയുള്ള പോലെ തിടുക്കത്തിൽ നിന്നുകൊണ്ട് വെടിവെക്കൂ? ബിനുവിന്റെ ചെന്നി തുളച്ച് ബുള്ളറ്റ് ഭിത്തിയിൽ 6 അടി ഹൈറ്റിലാണ് കൊണ്ടേ എന്ന് വെച്ചാൽ അയാൾ നിന്നുകൊണ്ട് വെടിവെച്ചിട്ട് അയാൾ കസേരയിൽ ഇരുന്നു. അയാൾക്ക് അന്നേരം നിന്നുകൊണ്ട് വെടിവെക്കണമെന്ന് തോന്നി കാണും. താൻ ആത്മഹത്യ ഇരുന്നിട്ട് വെടിവെച്ചടോ. താൻ ആ തമിഴിനെ അറസ്റ്റ് ചെയ്യും. തൻ്റെ എല്ലാ തിയറിയും വർക്കാവും. വലിയ ഡിഫൻസും ഉണ്ടാവില്ല. സ്ട്രോങ് മോട്ടീവും ഭാര്യയുടെ സാക്ഷിമൊഴിയും പ്രോസിക്യൂഷൻ സൈഡ് ഓക്കെയാടോ. അത് ഓക്കെയാ. പക്ഷെ തമിഴിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? മോട്ടീവ് സ്വർണം മാത്രമല്ലെങ്കിലോ? രണ്ടും കൂടി നടുറോട്ട് കിടന്ന് ഷോ കാണിച്ചോണ്ടല്ലോ. ഇവനെ ആൾക്കാർ കണ്ട പണിയാവുന്നു. എടി, നിനക്ക് ഇവനോട് സംസാരിക്കണമെന്ന് ഞാൻ ബാക്കിൽ എങ്ങനെ മാറി സംസാരിക്കും. ബോധല്ലേ നിനക്ക്? സ്റ്റേഷന്റെ മുന്നിൽ വെച്ചിട്ട് ഓരോന്ന്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്?
ലൈഫിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല. അന്നേരം ഞാൻ ഉള്ളിൽ കരയുമായിരുന്നു. സത്യത്തിൽ താൻ അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് അന്ന് രാത്രി ഞാൻ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ തമ്മിലുണ്ടായ ആ മൊമെന്റ്, അത് കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഇതൊക്കെ തന്നോട് തുറന്നു പറയണമെന്നും. 2 മണി ആറായി, ഞാൻ ചെല്ലട്ടെ. സുജ, ഈ ദിവസം തീരുന്നതിന് മുമ്പ് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നെ പിടിച്ചു നിർത്താൻ നമ്മുടെ അടുപ്പ് അറിഞ്ഞപ്പോൾ തൊട്ട് ട്രാവൽസിൽ നിഖിൽ സർ എന്നെ പ്രഷർ ചെയ്ത് തുടങ്ങിയതാ. അങ്ങേറ്റ ഒരു ബാഗ് സ്റ്റഫ്, കൊക്കെയിൻ മുമ്പ് ബിനു അലക്സ് റെയ്ഡ് ചെയ്ത് പിടിച്ച് അത് മറച്ചു വെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. CI ക്വാർട്ടേഴ്സിലില്ലാത്ത ടൈം നീ വഴി അറിഞ്ഞ് അവിടെ കയറി ആ ബാഗ് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാ നിഖിൽ സാർ എനിക്ക് ആ മിനി കൂപ്പർ അന്ന് രാത്രി തന്നു. താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. എൻ്റെ ലൈഫിൽ കുറേ ഇഷ്യൂസ്. അന്നേരം ആ ബിനു അലക്സ് കയറി വന്നുകൊണ്ട് തന്നോട് എനിക്കിതൊന്നും പറയാൻ പറ്റിയില്ല. അയാളുമായിട്ട് ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയതാ. കുറേ ദൂരം ചെന്നപ്പോൾ ഇതിപ്പോ സംഗതി ഈസി ആയില്ലേ? നീ കയറി സ്റ്റഫ് എടുക്ക്. അയാൾ പിടിക്കുകയാണെങ്കിൽ നിനക്ക് അയാളുടെ കൊക്കെയിൻ ബിസിനസിന്റെ കാര്യം അറിയാന്ന് പറ. അയാൾ ഇപ്പൊ എടുത്തോണ്ട് നിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തരുന്നു. പൊന്നു മോനെ, വിട്ടുകളയല്ലേ. അയാൾ നാളെ എടുത്ത് മറച്ചു വെക്കുന്നതിന് മുമ്പ് നീ അതെടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സെറ്റാക്കാൻ നോക്ക്. അന്ന് രാത്രി ഞാൻ അവിടെ പോയത് ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നീട് പോലീസ് അന്വേഷിക്കുമ്പോൾ തനിക്കൊരു പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എങ്ങോട്ടെങ്കിലും മാറിപ്പോവാൻ നോക്കിയത്. അല്ലാതെ നീ അല്ലെങ്കിൽ പിന്നെ ആരാ? ആ തമിഴിനാണോ? എനിക്കറിയില്ല സുജ, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല. പക്ഷെ ആ തമിഴിനെ അറിയത്തില്ലെന്ന് നീ കള്ളം പറഞ്ഞതല്ലേ? ആരൂനെ എനിക്കറിയാം. ഞങ്ങൾ 2.5 കൊല്ലം ചെന്നൈയിലൊരു ജുവനൈൽ ജയിലിൽ ഒന്നിച്ച് കിടന്നിട്ടുള്ളതാണ്. ജയിലിലോ?